നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി, അതായത് BEEയുടെ ഏറ്റവും പുതിയ 2025 ചില റെഗുലേഷൻസിനെ കുറിച്ചാണ്. അതെ. ഇത് പ്രധാനമായും എനർജി ഓഡിറ്റർമാർ, പിന്നെ എനർജി മാനേജർമാർ, അതുപോലെ കെട്ടിടങ്ങൾക്കുള്ള എനർജി ഓഡിറ്റർമാർ, ഇവരുടെയൊക്കെ സർട്ടിഫിക്കേഷനെ പറ്റിയാണ്, അല്ലേ? അതെ, കറക്റ്റ്. 2025 ഓഗസ്റ്റ് 11 ഗസറ്റ് നോട്ടിഫിക്കേഷനാണ് ഇതിന്റെ അടിസ്ഥാനം. ശരി. അപ്പോ ഈയൊരു ചർച്ചയിലൂടെ നമുക്ക് എന്താണിതിലെ പ്രധാന മാറ്റങ്ങൾ, എന്തിനാണ് ഇതൊക്കെ, പിന്നെ നിങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽസിനെ ഇതെങ്ങനെ ബാധിക്കുമെന്നൊക്കെ ഒന്ന് നോക്കാം. തീർച്ചയായും. ഈ പുതിയ നിയമത്തിന്റെ പേര് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി, എനർജി ഓഡിറ്റർമാർ ബിൽഡിംഗ്, എനർജി മാനേജർമാർ എന്നിവരുടെ സർട്ടിഫിക്കേഷൻ റെഗുലേഷൻസ് 2025 എന്നാണ്. ഇത് ഓഗസ്റ്റ് 11 തൊട്ട് പ്രാബല്യത്തിൽ വന്നു. ഓക്കെ. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു കൃത്യമായ ഒരു നിലവാരം ഉറപ്പുവരുത്തുക എന്നതാണ്. ശരിയാണ്. ഊർജ്ജക്ഷമതയുടെ പ്രാധാന്യം ഇപ്പോൾ കൂടിക്കൂടി വരികയാണല്ലോ. അപ്പോൾ അതിന് നല്ല വിദഗ്ധരായ ആളുകൾ വേണം. അതെ, അത് തന്നെ. അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ എന്താണ് പ്രധാന കടമ്പ? BEE അല്ലെങ്കിൽ അവരെ ചുമതലപ്പെടുത്തുന്ന ഒരു ഏജൻസി നടത്തുന്ന ദേശീയ പരീക്ഷയുണ്ടെന്ന് കേട്ടോ? ഉണ്ട്. ഒരു നാഷണൽ എക്സാമിനേഷൻ പാസ്സാകണം. അത് ഇംഗ്ലീഷിലാണെന്നും കേട്ടല്ലോ? അതെ, പരീക്ഷ ഇംഗ്ലീഷിലാണ്. അത് ചിലപ്പോൾ ചിലർക്കൊരു ബുദ്ധിമുട്ടാവുമോ? അതൊരു സാധ്യതയാണ്. പക്ഷേ ഒരു ദേശീയ തലത്തിൽ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരുമ്പോൾ ഒരു കോമൺ ഭാഷ വേണ്ടിവരും. ശരിയാണ്. അപ്പോ ഈ പരീക്ഷ പാസ്സാകണം. അതിനു മുൻപ് 2020 എനർജി കൺസർവേഷൻ റൂൾസ് പ്രകാരമുള്ള ചില മിനിമം ക്വാളിഫിക്കേഷൻസും വേണം. ഓക്കെ. അപേക്ഷ ഓൺലൈനായിട്ടാണ് കൊടുക്കേണ്ടത്, ഫോം I ഉപയോഗിച്ച്. കൂടെ നിർദ്ദിഷ്ട ഫീസും അടയ്ക്കണം. ഒന്നുകിൽ DD അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ്. ഫീസിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിലെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ കാറ്റഗറി അനുസരിച്ച്? ഉണ്ട്. ജനറൽ കാറ്റഗറിക്ക് ഒരു ഫീസാണ്. പിന്നെ SC/ST OBC വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് ഇവർക്കൊക്കെ ഇളവുകളുണ്ട്. ഓഹോ. ജനറലിന് എനർജി ഓഡിറ്റർക്ക് ഏകദേശം 10,000 രൂപ, മാനേജർക്കും ബിൽഡിംഗ് ഓഡിറ്റർക്കും 8,000 രൂപ വരും. SC/ST OBC വിഭാഗക്കാർക്ക് ഇതിന്റെ ഏതാണ്ട് പകുതിയോടടുത്ത് വരും. കമ്പനി സ്പോൺസർ ചെയ്യുന്നവർക്കോ? അവർക്ക് കുറച്ചുകൂടി കൂടുതലാണ്. ഓഡിറ്റർക്ക് 10,500 രൂപ, മറ്റുള്ളവർക്ക് 8,000 രൂപ. ഓക്കെ. ഇനിയിപ്പോ അപേക്ഷിച്ചു, പക്ഷേ യോഗ്യതയില്ലെന്ന് കണ്ടാലോ? അപ്പോ അപേക്ഷ നിരസിക്കും. ഫീസിൽ നിന്നൊരു ചെറിയ തുക, ഏകദേശം 500 രൂപ അഡ്മിനിസ്ട്രേഷൻ ചാർജായിട്ട് കുറച്ചിട്ട് ബാക്കി തിരികെ തരും. ഇതൊക്കെ പ്രോസസ്സ് കുറച്ചുകൂടി സുതാര്യമാക്കാനാണ്. മനസ്സിലായി. ഇനി പരീക്ഷയുടെ ഘടന. എനർജി മാനേജർ, ഓഡിറ്റർ, ബിൽഡിംഗ് ഓഡിറ്റർ, ഇവർക്കെല്ലാം ഒരേ പരീക്ഷയാണോ അതോ വ്യത്യാസമുണ്ടോ? അല്ലല്ല, വ്യത്യാസമുണ്ട്. ഓരോ റോളിനും വേണ്ട സ്കിൽസ് വേറെയാണല്ലോ. ശരിയാണ്. എനർജി മാനേജർക്ക് 3 പേപ്പറുണ്ട്. പേപ്പർ I3. എനർജി ഓഡിറ്റർക്ക് 4 പേപ്പർ, I3, പിന്നെ പേപ്പർ 4. ഓക്കെ. എനർജി ഓഡിറ്റർ ബിൽഡിംഗ് ആണെങ്കിൽ 3 പേപ്പർ, പേപ്പർ IV. ഇതിൽ ഒരു കാര്യം, നേരത്തെ യോഗ്യത നേടിയവർക്ക് ചിലപ്പോൾ പേപ്പർ I ഒഴിവാക്കാൻ പറ്റുമായിരിക്കും. ഓഹോ. മാർക്കും സമയമോ? ഓരോ പേപ്പറിനും ഒന്നുകിൽ 100 അല്ലെങ്കിൽ 150 മാർക്കായിരിക്കും. സമയം 2.5 അല്ലെങ്കിൽ 3 മണിക്കൂർ കിട്ടും. പാസ്സാകാൻ എത്ര മാർക്ക് വേണം? ഓരോ പേപ്പറിനും മിനിമം 50% മാർക്ക് വാങ്ങണം. മൊത്തത്തിലല്ല, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട്. ഇത് എത്ര തവണ എഴുതാൻ പറ്റും ഒരു ചാൻസ് പോയാൽ? അതിനും ലിമിറ്റുണ്ട്. ഓരോ പേപ്പറിനും തുടർച്ചയായ 6 പരീക്ഷകളിൽ 3 അവസരങ്ങളാണ് സാധാരണ കിട്ടുക. പേപ്പർ 4ന് മാത്രം 4 അവസരം കിട്ടും. ആഹാ. അപ്പൊ വെറുതെ എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റില്ല? ഇല്ല, ഇത് ഈ പ്രൊഫഷനെ കുറച്ചുകൂടി ഗൗരവമുള്ളതാക്കാൻ വേണ്ടിയാണ്. ശരി. അപ്പോ ഈ കടമ്പകളെല്ലാം കടന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് വയ്ക്കുക, അത് ലൈഫ് ലോങ് ആണോ? അല്ല, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. സർട്ടിഫിക്കറ്റിന് 5 വർഷത്തെ വാലിഡിറ്റിയേ ഉള്ളൂ. ഓഹ്, വെറും 5 വർഷം? അതെ. ഈ 5 വർഷം കഴിയുമ്പോൾ അത് പുതുക്കണം. അതിന് BE അല്ലെങ്കിൽ അവർ പറയുന്ന ഏജൻസി നടത്തുന്ന ഒരു റിഫ്രഷർ കോഴ്സ് ചെയ്യണം. റിഫ്രഷർ കോഴ്സോ? അതെ. ആ കോഴ്സ് ചെയ്ത് അതിനോടനുബന്ധിച്ചുള്ള ഒരു അസസ്മെന്റും പാസ്സാകണം. അതിനും അപേക്ഷിക്കണം, ഫോം V ഉപയോഗിച്ച്. അപ്പോൾ വെറുതെ സർട്ടിഫിക്കറ്റ് മേടിച്ചു വെച്ചാൽ പോരാ, അറിവിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലേ? തീർച്ചയായും. കാരണം ഈ എനർജി എഫിഷ്യൻസി ഫീൽഡിലെ ടെക്നോളജിയൊക്കെ ഭയങ്കര വേഗത്തിലാ മാറുന്നത്. അപ്പോൾ അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ ഈ ജോലി ശരിക്ക് ചെയ്യാൻ പറ്റില്ല. അത് വളരെ നല്ല കാര്യമാണ്. ഇനി വേറൊരു കാര്യമുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഈ സർട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്യാനും വ്യവസ്ഥയുണ്ട്. അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം?
അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ കൊടുത്താൽ, വഞ്ചന നടത്തിയാൽ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ റിഫ്രഷർ കോഴ്സിൽ പങ്കെടുക്കാതിരുന്നാൽ, ഇങ്ങനെയൊക്കെ വന്നാൽ സർട്ടിഫിക്കേഷൻ റദ്ദാക്കാം. ഓക്കെ. ഇനി ഈ 3 തരം ആൾക്കാരില്ലേ, എനർജി മാനേജർ, ഓഡിറ്റർ, ബിൽഡിംഗ് ഓഡിറ്റർ, സാധാരണക്കാർക്ക് മനസ്സിലാവാനായിട്ട് ഇവരുടെ ജോലിയിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ചുരുക്കത്തിൽ പറയാം. എനർജി മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിനകത്ത് നോക്കിയിട്ട് അവിടത്തെ ഊർജ്ജ ഉപയോഗം എങ്ങനെ കാര്യക്ഷമമാക്കാം എന്നതിന് ഒരു പോളിസി, ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ്. ശരി. എനർജി ഓഡിറ്റർ, അതായത് ജനറൽ ഓഡിറ്റർ, അവർ സാധാരണ ഇൻഡസ്ട്രീസിലോ വലിയ സ്ഥാപനങ്ങളിലോ ഒക്കെ പോയിട്ട് അവിടുത്തെ ഊർജം എവിടെയൊക്കെയാണ് നഷ്ടപ്പെടുന്നത്, എങ്ങനെ അത് ലാഭിക്കാം എന്നൊക്കെ വിശകലനം ചെയ്ത് റിപ്പോർട്ട് കൊടുക്കും. ഓക്കെ. ബിൽഡിംഗ് ഓഡിറ്ററോ? എനർജി ഓഡിറ്റർ, ബിൽഡിംഗ്, പ്രധാനമായും കെട്ടിടങ്ങളുടെ കാര്യമാണ് നോക്കുന്നത്. അതിന്റെ ഡിസൈൻ ഘട്ടം മുതൽ നിർമ്മാണം നടക്കുമ്പോൾ ഊർജ്ജ സംരക്ഷണ നിയമങ്ങൾ, കോഡുകളൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതാണ് അവരുടെ പ്രധാന ജോലി. അപ്പോ അതുകൊണ്ടാണ് അവർക്ക് വ്യത്യസ്ത പരീക്ഷകളും യോഗ്യതകളുമൊക്കെ വരുന്നത്. അതെ, ഓരോരുത്തരുടെയും ഫോക്കസ് ഏരിയ വ്യത്യസ്തമാണ്. ഇപ്പോ ക്ലിയറായി. അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടി, 5 വർഷം വാലിഡിറ്റി, റിഫ്രഷർ കോഴ്സ് ചെയ്യണം. വേറെന്തെങ്കിലും പ്രധാന കാര്യങ്ങളുണ്ടോ ഇതിൽ? ഉണ്ട്. യോഗ്യത നേടിയ എല്ലാ പ്രൊഫഷണൽസിന്റെയും വിവരങ്ങൾ അടങ്ങിയ ഒരു രജിസ്റ്റർ BEE മെയിൻറ്റെയിൻ ചെയ്യും. ഫോം 3-ൽ. ഇത് പബ്ലിക്കായിരിക്കും, ആർക്കും പരിശോധിക്കാം. ട്രാൻസ്പെറൻസിക്ക് വേണ്ടി അല്ലേ? അതെ. അതോടൊപ്പം സർട്ടിഫൈഡ് ആകുന്നവർക്ക് ഒരു ഐഡന്റിറ്റി കാർഡും കിട്ടും, ഫോട്ടോയ്ക്കുള്ള കാർഡ്. ഫോം 4-ൽ. ഓക്കെ, അതൊരു അംഗീകാരമായി കയ്യിൽ വയ്ക്കാം. അതെ. ഇനിയിപ്പോ ഈ സർട്ടിഫിക്കറ്റോ ID കാർഡോ നഷ്ടപ്പെട്ടാലോ? എന്തു ചെയ്യും? പേടിക്കാനൊന്നുമില്ല. ഒരു 100 രൂപ ഫീസ് അടച്ച് അപേക്ഷിച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഓക്കെ, നല്ലത്. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ 2025 റെഗുലേഷനുകൾ ഇന്ത്യയിലെ എനർജി എഫിഷ്യൻസി രംഗത്ത് ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാനും സ്റ്റാൻഡേർഡ് ഉറപ്പാക്കാനും അറിവെപ്പോഴും അപ്ഡേറ്റഡായി നിലനിർത്താനും സഹായിക്കും. ശരിയാണ്. അപ്പോ നിങ്ങൾ ഈ ഊർജ്ജ കാര്യക്ഷമതയിലോ കെട്ടിട നിർമ്മാണത്തിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പോളിസി മേക്കിങ്ങിലോ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പുതിയ നിയമങ്ങളെക്കുറിച്ച് അറിയുന്നത് എന്തായാലും പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും. യോഗ്യരായ പ്രൊഫഷണലുകൾ ആരാണെന്ന് തിരിച്ചറിയാനും ഇത് സഹായിക്കും. പിന്നെ അവരുടെ ഉത്തരവാദിത്വങ്ങളും പ്രവർത്തന പരിധിയും എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റും. അതെ. ഇന്ത്യയുടെ ഊർജ്ജ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഈ സർട്ടിഫൈഡ് പ്രൊഫഷണൽസിന് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. ഈ പുതിയ നിയമങ്ങൾ അതിന് വ്യക്തമായൊരു ചട്ടക്കൂട് നൽകുന്നുണ്ട്. ശരി. അപ്പോൾ അവസാനം ഒരു ചോദ്യം മനസ്സിൽ വരുന്നു. ഊർജ്ജ സംരക്ഷണ നിയമങ്ങൾ മുതൽ HVAC സിസ്റ്റങ്ങൾ വരെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇത്രയും വിശദമായ സിലബസും ഈ സർട്ടിഫിക്കേഷൻ പ്രോസസ്സും ഒക്കെ നല്ലത് തന്നെ. ഈ പുതിയ കൂടുതൽ കർശനമെന്നു തോന്നുന്ന ചട്ടക്കൂടുകൾ ഇതൊക്കെ കടലാസിൽ മാത്രം ഒതുങ്ങുമോ? അതോ നമ്മുടെ രാജ്യത്ത് ഊർജ്ജക്ഷമതയുടെ കാര്യത്തിൽ പ്രായോഗികമായിട്ട് എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതിന് ശരിക്കും സാധിക്കുമോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അതൊരു നല്ല ചോദ്യമാണ്. ഇതൊരു ചിന്താവിഷയമായി ഇവിടെ നിർത്താം, അല്ലേ? അടുത്ത തവണ പുതിയൊരു വിഷയമായി കാണാം.